മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമ്പോഴും കേരളത്തിനുള്ള ചിറ്റമ്മ നയം സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ബി.ജെ.പി. സർക്കാർ. കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഉരുൾപൊട്ടി മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് നയാ പൈസ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെയാണ് ആദ്യഘട്ടങ്ങളിൽ നാം കണ്ടത്. ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രഹസനം വാനോളം പുകഴ്ത്തിയവർ പോലും കരുതിക്കാണില്ല ഇത്രത്തോളം ദുഷ്ടലാക്കോടെ ഈ വിഷയത്തിൽ കേന്ദ്രം നീങ്ങുമെന്ന്. നിയമപരവും സാങ്കേതികവുമായ തടസ്സം ചൂണ്ടിക്കാട്ടുന്നവർ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് ചെറിയ ദുരന്തങ്ങളുടെ പേരിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തത്സമയം അനുവദിച്ചത് 3448 കോടി രൂപയാണ് എന്നോർക്കണം. അവിടെയാണ് ഇത്ര വലിയ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിന് ആവശ്യമായ തുക ഇപ്പോഴും അനുവദിക്കാതിരിക്കുകയും ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്നും പ്രഖ്യാപിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതി ശക്തമായ ഇടപെടൽ നടത്തിയിട്ടും എന്തുകൊണ്ട് കേന്ദ്രം നിഷേധാത്മക നിലപാട് തുടരുന്നു എന്നതിലാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. ദുരന്തബാധിതരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഹൈക്കോടതിയുടെയും സംസ്ഥാനത്തിന്റെയും ആവശ്യം കേട്ട ഭാവം പോലും കേന്ദ്രത്തിനില്ല. സഹായം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിട്ടും അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം മുന്നോട്ടു പോവുകയാണ്. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാനല്ല, മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെന്നാണ് ഒന്നാമതായി പറയുന്ന പച്ചക്കള്ളം. എന്നാൽ SLBC യോഗത്തിന്റെ മിനിറ്റ്സും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനവും മുഖ്യമന്ത്രി എന്താണ് ആവശ്യപ്പെട്ടത് എന്നതിന് തെളിവായി മുന്നിൽ നിൽക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വയനാട്ടിലെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞ ഹൈക്കോടതി കേരള ബാങ്കിനെ എന്തുകൊണ്ട് മാതൃകയാക്കുന്നില്ലെന്നും ചോദിച്ചിരിക്കുന്നു. മാത്രമല്ല, കോവിഡ് കാലത്തെ പരിമിതി മറയാക്കി കോടതിയുടെ ചോദ്യങ്ങളെ തടയിടാൻ ശ്രമിച്ച കേന്ദ്രത്തോട് വയനാട്ടിലേതുപോലെ ജീവനോപാധി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥ കോവിഡിൽ ഉണ്ടായിട്ടില്ലെന്നാണ് കോടതി പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട കോടതി ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ഇതിന് വിവേചനാധികാരം പ്രയോഗിക്കണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിന് എങ്ങനെ സഹായങ്ങൾ നൽകാതിരിക്കാം എന്നതിലാണ് കേന്ദ്ര ശ്രദ്ധ.